guys, welcome back to our YouTube channel A&K Teens Vlog. ഇന്ന് 2025 ജൂലൈ മാസം 20-ാം തീയതിയാണ്. ഇന്നേക്ക് 34 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മയെ പുതുക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ എൻ്റെ വൈഫ് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. എനിക്കതേക്കുറിച്ച് നന്നായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. ആറ്റിങ്ങൽക്കാരിയായ എൻ്റെ വൈഫിന് അതേക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവിടെ അത് ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. 1991 ജൂലൈ 20 ശനി മഹാരാജാവ് അന്തരിച്ചു. ഞാൻ കുറച്ചൊന്ന് വായിക്കാം കേട്ടോ. തിരുവനന്തപുരം വഞ്ചി ഭൂപനും തിരുക്കൊച്ചി രാജപ്രമുഖനും എന്ന നിലയിൽ 3 പതിറ്റാണ്ടിലേറെ ദക്ഷിണ കേരളത്തിലെ ജനലക്ഷങ്ങളുടെ ഭരണത്തലവനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അന്തരിച്ചു. ദക്ഷിണ കേരളത്തിലെ തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാവായിരുന്ന അവസാനത്തെ രാജാവാണ് അദ്ദേഹം കേട്ടോ. അവസാനത്തെ രാജാവ്. രാജഭരണം അവസാനിച്ചു. ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്, അത് വായിക്കാം. രാജഭരണം കാലഘട്ടത്തിലെ അവസാനത്തെ രാജാവ്. അദ്ദേഹം രാജഭരണം ഏറ്റെടുക്കുന്നത് 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ രാജാവായിട്ട് വാഴിക്കുന്നത്. ഉള്ളിലുണ്ട് ആ ഫോട്ടോ. അത് കാണിക്കാം. എന്ത് സുന്ദരനായ രാജാവാണെന്ന് നോക്ക് നമ്മുടെ രാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ സ്ഥാനാരോഹണം കഴിഞ്ഞ ഉടനെയുള്ള ഫോട്ടോയാണിത്. 12 വയസ്സേ ഉള്ളൂ അന്ന് കാണുമ്പോൾ. ഇത് ഒരു രാജ്യം ഭരിക്കാനുള്ള ആ സാമർത്ഥ്യ ബുദ്ധി കൊണ്ടും എല്ലാ രീതിയിലുള്ള ഒരു കഴിവ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഭയങ്കര അപ്രിസിയേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 12ാമത്തെ വയസ്സിൽ ഒരു രാജ്യഭാരം മുഴുവൻ ഏറ്റെടുക്കട്ടെ അല്ലേ? അല്ല, അത് മാത്രമല്ല, ഈ രാജാവ് വളരെ വിനയമുള്ള ഒരു രാജാവും വളരെ ഉദാര മനസ്സും ഒക്കെ ഉള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടിയ പരിശീലനമാണ്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ രാജകുടുംബത്തിൽ നിന്നുള്ള പരിശീലനമാണ്. ഇതാണ് രാജകുടുംബത്തിലെ അംഗങ്ങൾ. ഇത് രാജാവുദയുണ്ട്. ഈ തമ്പുരാട്ടി ഇപ്പോഴും ഉണ്ട്, കവടിയാർ കൊട്ടാരത്തിലുണ്ട് ഈ തമ്പുരാട്ടിയൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ പിതാവ് നാട്ടുരാജവംശങ്ങളിലെ ആദ്യത്തെ ബിരുദധാരിയായ രവിവർമ്മ കൊച്ചുകോയി തമ്പുരാൻ. മാതാവ്, മോളെ ശ്രദ്ധിച്ചോണേ, ആറ്റിങ്ങൽ ഇളയറാണി സേതു പാർവതിഭായി തമ്പുരാട്ടിയുടെ മൂത്ത പുത്രനാണിത്. ആറ്റിങ്ങൽ ഇളയറാണി അല്ലേ? ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് അല്ലേ മോളെ? നമ്മൾ ആറ്റിങ്ങലുകാരല്ലേ അല്ലേ? നമ്മളൊരു രാജകുടുംബത്തിൻ്റെ ഒരു സ്ഥലത്തല്ലേ നമ്മൾ താമസിക്കുന്നത് അല്ലേ? ഇദ്ദേഹം വർഷം തോറും ആറ്റിങ്ങൽ വരുമായിരുന്നു. ഒരു പ്രത്യേക ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ ഇദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്തെല്ലാം വരുമായിരുന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് രാജവാഴ്ചയുടെ സ്വയം അതിലേക്ക് വഴിതെളിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കട്ടെ, അതിവിടെ ഉണ്ട്. കേരള ചരിത്രത്തിലെ ഒരു സംക്രമകാലത്തിന്റെ സാക്ഷിയും സൃഷ്ടാവുമായിരുന്നു മഹാരാജാവ്. രാജവാഴ്ചയിൽ നിന്ന് ജനവാഴ്ചയിലേക്കുള്ള പരിണാമഘട്ടത്തിന് നിശബ്ദമായി വഴങ്ങിക്കൊടുത്ത അദ്ദേഹം താൻ ഉൾപ്പെടുന്ന രാജവംശത്തിന്റെ കുലീന പാരമ്പര്യത്തിന് മാറ്റുകൂട്ടി. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. യൂറോപ്പ് സന്ദർശിച്ച കടൽ താണ്ടി ആദ്യ തിരുവിതാംകൂർ രാജാവ് എന്ന ബഹുമതി അദ്ദേഹത്തിനുണ്ട്. പിന്നെ മോളെ, നമ്മുടെ ഈ വലിയൂന്നിൽ കാണുന്നില്ലേ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ്, അത് കൊട്ടാരം വക കെട്ടിടമാണ്. പിന്നെ വെറ്റിനറി ഹോസ്പിറ്റൽ ആറ്റിങ്ങലെ അത്. പിന്നെ ഒരുപാട് രാജകുടുംബത്തിൻ്റെ സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ആറ്റിങ്ങലിൽ കൊട്ടാരം വക സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് മോളെ. നമുക്ക് അമ്മയുടെ കയ്യിൽ ഈ രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു 4-5 കോയിൻസ് ഉണ്ടായിരുന്നു. ആ ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ചക്രം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ചെറിയ വെള്ളിയാണ്, അത് വെള്ളി തുട്ടാണ് ചക്രമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയോ നഷ്ടം വന്നുപോയി. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക.